RS ഹായ് ചേച്ചി. എന്തോ ജിതിൻ ഹായ്. എല്ലാവരും ഹായ്. പ്രസൻസ് സാർ, നിഖിലേഷ്, എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഇതിൽ തന്നെയാണോ എപ്പോഴും? നല്ല ചൂടല്ലേ. കുക്കിയും കൂടെ ചെയ്താൽ പിന്നെ പറയും വേണ്ട. ഇരിക്കാനും ഇരിക്കാനും പറ്റില്ല. ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ എന്തൊരു ഹ്യൂമിഡിറ്റിയാണ്. എനിക്ക് വേണ്ട. ഒരു 2 തന്നെ എനിക്ക് എന്തോ അങ്ങനെ ഞാൻ അങ്ങനെ ഒരെണ്ണം തന്നെ എങ്ങനെയോ കഴിച്ചോ. ഇതുപോലെ എങ്ങനെ കഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ചപ്പാത്തിയും ദാൽ ഫ്രൈയും ആണ്. ആർക്കെങ്കിലും വേണോ? ഇത് ഗ്രേവി അല്ലല്ലോ. ഇതിന് പറയണ ദാൽ ഫ്രൈ എന്നാ. നെയ്യിൽ വഴറ്റിയെടുക്കുന്നതിന് ദാൽ ഫ്രൈ എന്ന് അറിയാം. മറ്റേ വെള്ളത്തിൽ നീട്ടി വെക്കുന്നതിനാ പരിപ്പ് കറി എന്ന് പറയും, ദാൽ കറി എന്ന് പറയും. ഇത് ഇച്ചിരി ഇതും കൂടി വേണ്ടിയിരുന്നു. സുഖമാണോ? യെസ് ഡിയർ. ഇങ്ങനെ പോകുന്നത് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ, സാധാ നമ്മുടെ മലയാളികളുടെ ഇതുപോലെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു. നമ്മൾ മലയാളികൾ പൊതുവെ അങ്ങനെയല്ലേ പറയുള്ളൂ. സുഖമായാലും ദുഃഖമായാലും എന്ത് പറയാനാ, അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു. ക്ലാരിറ്റി ഉണ്ടോ? ഗ്ലാസ് പുതിയതല്ലയോ? ഏത് ഗ്ലാസ് പുതിയതേന്ന്? ഇവിടെയുള്ള എല്ലാം പുതിയതാ. കാരണം അത് ഇനി കുറച്ച് പണിയും കൂടെ ഉള്ളതുകൊണ്ട്, കാരണം എങ്ങോട്ടാണ് എന്താണെന്ന് അങ്ങനെ ഇതാക്കാത്തത് കാരണം അങ്ങനെ വെയിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാം ഇതെല്ലാം പുതിയതുണ്ടാക്കിയതാ. 2022 ഉണ്ടാക്കിയതാ. സുരേഷ് ബാബു, സുരേഷ്, ഹക്കീം. കുടിക്കണ ഗ്ലാസോ? ഇതാണോ പറഞ്ഞത്? ഇത് ചുരണ്ടിയാലൊന്നും പോകത്തില്ല എന്ന്. ഞാൻ കുറെ ചുരണ്ടി പോയതാ. അതും പുതിയത് തന്നെയാണ്. അത് ചുരണ്ടിയാലും കഴുകിയാലൊന്നും പോകത്തില്ല. അടിയിൽ മറ്റേ ഇതിട്ട് ഉരച്ചു കഴിഞ്ഞാൽ സെറാമിക് ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മള് പഴയ ക്വാളിറ്റി എന്ന് ഇപ്പൊ എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സാധനത്തിനൊന്നും ഇല്ല. ഇനി ചുരണ്ടി ആക്കണ്ട വെച്ചിട്ടാ. പിന്നെ അടിയിലല്ലേ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ പ്ലേറ്റിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ പൊടിക്കൈ കണ്ടിരുന്നേ. പ്ലേറ്റിലെ ഈ അകത്ത ഇത് പോകാനും ബുദ്ധിമുട്ടാ. ചായ കുടിച്ച ഗ്ലാസ് ആയിരുന്നു. ജിൽജുങ്ക് ചങ്ക് ചക്ക. എന്ത് പേരാണോ ഇത്? വായിക്കണ്ടേ? ഒന്ന് വായിക്കണ്ടേ? ടീഷർട്ട് ഡയലോഗുള്ള വി ആർ റെഡി. കുറച്ച് സുർക്ക. ഇവിടെ സുർക്ക ഇല്ല. ഞാൻ ഈ സുർക്ക അങ്ങനെ യൂസ് ചെയ്യലില്ല. സുർക്ക മീൻസ് വിനാഗിരി അല്ലേ. വിനാഗിരി വാങ്ങിച്ചിട്ട് വേറൊരു പൊടിക്കൈ ഞാൻ എന്തോ കണ്ടിരുന്നു. അത് ഇതാക്കിയിട്ട് എന്തോ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പോരുന്നത് കണ്ടിരുന്നു. ഞാൻ അങ്ങനത്തെ കുറെ സാധനങ്ങൾ സേവ് ചെയ്ത് വയ്ക്കും. പിന്നെ നോക്കലൊന്നുമില്ല. നല്ല ചൂട്. അവിടെ എങ്ങനെയുണ്ട് ചൂട്? കേരളത്തിൽ മൊത്തത്തിൽ എങ്ങനെ ചൂടുണ്ട്? എങ്ങനെ? ചപ്പാത്തിയും ദാൽക്കറിയും. ഇതില് സബ് എനിക്ക് എനിക്ക് മേത്തയിൽ നിന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. മേത്തയിൽ നിന്നല്ല, ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു കോള് വന്നിരുന്നു. ഞാൻ റീൽസ് ഇടല് കുറവാണ്, ഓണും ഇത് ഇതാക്കണ കണ്ടന്റ് ഇടുന്നില്ല. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അത് കാരണം നമ്മളുടെ ഇതിന്റെ റീച്ച് പോകും. പിന്നെ അത് കാരണം ഡെയിലി ഇത് ഇട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ സംതിങ് പറഞ്ഞു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാനൊന്നും കേട്ട് തന്നെ ഇല്ല. അപ്പൊ എവള് വന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തുകൂടായിരുന്നാണ്. റെക്കോർഡ് ചെയ്ത ഈ ഫോണാണെങ്കിൽ മറ്റേ ഇപ്പൊ ഇത് സംസാരിക്കുന്ന നമ്മൾ ഐഫോൺ ആണെങ്കിലും ഇത് ഞാൻ സാധാ ഒരു റഫ്യൂസിനുള്ള കോൾ ചെയ്യുന്ന ഒരു ഫോണാണ്. ഇതാണെങ്കിൽ പെരുമ്പറ കൊട്ടി മുഴക്കി വിളിച്ച് പറയും. പിന്നെ ഉണ്ട് ഗംഗാധരൻ ചേട്ടാ, ഉണ്ട് അല്ല ഗാനഗന്ധർവനോ, ഗന്ധർവൻ ചേട്ടാ. പെരുമ്പറ കൊട്ടി വയ്ക്കും, റെക്കോർഡ് ചെയ്യണമെന്ന് വിളിച്ച് പറയും. അതുകൊണ്ടാണ്. അല്ലായിരുന്നു പഴയ ഫോണിലൊന്നും അങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു. ഇതിൽ വിളിച്ച് പറയും. ഞാനപ്പോ റെക്കോർഡ് ചെയ്യാൻ ഞാൻ നല്ല ഒരു 1/4 ഉറക്കത്തിലായിരുന്നു. രാത്രി മുഴുവൻ ഈ എവിടെ ഇങ്ങോട്ട് ഹോസ്പിറ്റലൊക്കെ പോയി വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇരിക്കുന്ന നമ്മളത് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ണിൽ നല്ല മയക്കം പിടിച്ചപ്പോഴത്തേക്കുമാണ് കോള് വരണത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പറഞ്ഞപ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അങ്ങനെ ഒരു കോള് വരലില്ല, മേത്തേന്നല്ലേ വരലുള്ളൂ. ഞാൻ വെച്ചിട്ട് വല്ല ഹാക്കിംഗ് ആണോ? മുമ്പ് ഇതുപോലത്തെ ഒരു കോൾ വന്നിട്ടാണ് 2021 എന്റെ ഇൻസ്റ്റയും FB ടാറ്റ ബൈ ബൈ പറഞ്ഞങ്ങ് പോയത്. പക്ഷെ അന്ന് സ്മാർട്ട് പിക്സ് മീഡിയയിലും ഇത് സെക്കൻഡുകൾക്കുള്ളിൽ എനിക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ മോഞ്ചി നാഥ എന്ന് വിചാരിച്ച് ഞാൻ അപ്പോഴും വിളിച്ചു പറഞ്ഞപ്പം പുള്ളിയാണ് തിരിച്ചെനിക്ക് എടുത്തു തന്നത്.
അന്ന് എന്റെ കയ്യിൽ ബൈ വേറെ പോയതാ. അപ്പൊ ഞാൻ ചോദിച്ചാ എന്തായാലും കോളല്ലേ, വേറെ ഞാൻ OTP എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാൻ OTP, കാരണം ഇൻസ്റ്റാഗ്രാമില് വെരിഫിക്കേഷൻ വേണോന്ന് പറഞ്ഞിട്ട് പണ്ട് ഫേസ്ബുക്കിലും വെരിഫിക്കേഷൻ ഇങ്ങോട്ട് ചോദിച്ചിട്ട് എനിക്ക് തന്നതാ. ഞാനായിട്ട് അതിന് അപ്ലൈ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊരു 8-9 വർഷത്തിന് മുൻപേ. താങ്ക് യു ഡിയർ. അതുപോലെ എന്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വെരിഫിക്കേഷൻ വേണോന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചപ്പോൾ ചോദിച്ചു, ആഹാ ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് വെരിഫിക്കേഷൻ ഒക്കെ എടുത്ത് തരണുണ്ടോ, മറ്റേ പഴയതുപോലെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നല്ല ബുദ്ധിമതി ആയതുകൊണ്ട് ഇതിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ട്. അന്നൊന്നും ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഇത് എന്നുള്ളതല്ലാതെ ഇപ്പൊ എനിക്കിപ്പോ ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായി. കാരണം ഇപ്പൊ നിങ്ങൾ എന്നെ ഇത്രയും പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളോടൊരു കമ്മിറ്റ്മെന്റും ഇപ്പൊ മറ്റോരും വിടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയായി എന്നുള്ളതാ. എനിക്കുള്ള ചിരി ആണോ അത്? ടോക്സിക് കിഡിന് എന്തോ പറഞ്ഞു, എന്തോ സന്തോഷം എന്ത് എന്തിനോ എന്താ അവര് പറഞ്ഞു. അപ്പൊ അതിന് നീ അതിലെന്താ ഇൻസ്റ്റോ ഇത് വെക്കുക. അപ്പൊ ഇത് കാണാം, എന്താണ് കമന്റ്സ് കാണാം, അവർക്കെല്ലാം അറിയണം. മുമ്പ് ഈ FB ഉള്ളപ്പോ FBയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ വാക്പോരുകൾ ഭയങ്കരമായിരുന്നല്ലോ. ഞാൻ FB യൂസ് ചെയ്തോണ്ടിരുന്നത് അത് മീൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ 7-8 മണിക്കൂറൊക്കെ ഫ്ലൈറ്റ് ഒക്കെ ഡിലേ ആയിരിക്കുമ്പോഴത്തേക്കും എനിക്ക് വേറെ ആരോടൊന്നും മിണ്ടാനില്ല. എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ 11 വർഷമായിട്ട് ഞാൻ എറണാകുളത്ത്, എനിക്ക് എല്ലാവരും കണ്ട മിണ്ടും സംസാരിക്കും, സെൽഫി എടുക്കുക അല്ലെങ്കിൽ ഇതാക്കും എന്നുള്ളതല്ലാതെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതോ നേരിട്ട് കണ്ടിട്ട് ഇതാക്കുന്നതോ അല്ലെങ്കിൽ പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ആരുമായിട്ടും ഇല്ല. പേടിച്ചിട്ടാ അപ്പോ ഞാൻ അങ്ങനെ എനിക്കൊന്നും മിണ്ടാനും പറയാനും പിന്നെ ഓരോന്ന് കാണാൻ കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പ്രതികരിക്കാനും നമ്മളുടെ നിലപാടുകൾ ആരെയും പേടിക്കാതിടാനൊക്കെ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ആശയങ്ങളെ ആശയപരമായിട്ട് നമ്മളോട് സംവദിക്കാൻ കഴിയാതെ വരുമ്പോഴത്തേക്ക് ഓരോരുത്തന്മാര് റിപ്പോർട്ട് അടിച്ച് എന്നും എനിക്കിതായപ്പോഴത്തേക്ക് എനിക്ക് മടുത്തൊരു ഫേസ്ബുക്കേ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഫോളോ ചെയ്യണം. അങ്ങനെ തുടങ്ങിയതാ ഇൻസ്റ്റ. അതൊക്കെ ബെൽവിൻ മാത്യു അതെല്ലാത്തിനും അന്ന് തന്നെ അതിൻ്റെതായ തീരുമാനങ്ങൾ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻബോക്സിൽ ഇത് ലിങ്ക് ഷെയർ ചെയ്താൽ മതി. അതിനുള്ള പരിഹാരം അന്ന് തന്നെ SP ഓഫീസിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ബാക്കി കാര്യങ്ങൾ ഞാനത് അവരതിൽ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഒന്നും പുറത്ത് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ. ബാക്കി ഞാൻ കുറെ പേർക്ക് ഞാൻ ഇൻബോക്സിൽ ഒരുപാട് എല്ലാവർക്കും കൂടി പറ്റത്തില്ല. ഞാൻ ഇപ്പൊ ഒന്നാമത് എവിടെയും കൊണ്ട് ഒരു മാസമായിട്ട് ഇതില്ല, ഹോസ്പിറ്റലിലാണ്. അപ്പം കാരണം ഹോസ്പിറ്റൽ വൈസ് അത് എല്ലാ പ്രാവശ്യം ഉള്ളതാണ്, പക്ഷെ നമ്മൾ പുറത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഫേസ്ബുക്ക് വിറ്റോന്നാ? ആർക്ക്? 1,87,000 പേരുള്ള വെരിഫൈഡ് പ്രൊഫൈൽ ഞാൻ വിൽക്കാനോ? എനിക്ക് ഒറ്റ പ്രൊഫൈലേ ഉള്ളൂ, അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അത് തന്നെ ലൈവ് കാണാൻ പറ്റണില്ലെന്നാ? അതെങ്ങനെ ലൈവ് എനിക്കറിയില്ല, അതെങ്ങനെ ലൈവ് കാണാൻ പറ്റുമോ? എന്തോ എന്താണ് എന്താ ആരോ എന്തൊക്കെ പറയുന്നത്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ഓളോടൊരു പരാതി കൊടുക്കാൻ പറ. പൊന്നൂരോടാണ്? പൊന്നെ പോലല്ല, ഭയങ്കര പോളുടെ ഞാനും. പിന്നെ എനിക്ക് ഒറ്റ ഇൻസ്റ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞോണ്ട് വന്നത് എന്താ ഇതായിപ്പോയി. എനിക്ക് ഒറ്റ ഇൻസ്റ്റേ ഉള്ളൂ. ആ ഇൻസ്റ്റയാണ് ഞാൻ ഇത്തിരി ഏഴേ കൂടെ മുമ്പ് കണ്ണീരായി വിനോദയാത്ര 4 നാൾ ഡ്രോണും കണ്ടില്ലെന്ന് ഉറങ്ക ടാക്സ് ഫോഴ്സ് ഉത്തരമില്ലാതെ ശ്രീനന്ദയുടെ മരണം ജസ്റ്റ് എടുത്തതേ. ഇത് തന്നെ കാണുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ എനിക്ക് പറ്റുന്നില്ല. പൊന്നൂനെ പോലെ തോന്നും. തമിഴ് കൊഞ്ചം തരും. എന്നാൽ ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോഴൊക്കെ എപ്പോഴൊക്കെ നോക്കി അപ്പോഴൊക്കെ ഈ കുഞ്ഞിന്റെ മുഖം തന്നെയായിരുന്നു, ഈ കുഞ്ഞിന്റെ ഇത് തന്നെയായിരുന്നു. അതും പിന്നെ മറ്റേ കുംഭമേള. അയ്യോ അവിടെ സെർച്ച് ചെയ്തതാണ്, പിന്നെ എങ്ങനെയാണ് അങ്ങനെ വന്നത്? അമ്മ അതൊന്നും കാണാൻ പറ്റുന്നില്ല. കുഞ്ഞിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ അമ്മേനെ കാണിച്ചപ്പോ തുറന്നാ ഇതേ ഉള്ളൂ, അങ്ങോട്ട് പറ്റില്ല. ഇത് കാണിക്കാൻ എടുത്തതാ. 187K ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് ഞാൻ വിറ്റിട്ടുമില്ല, വെരിഫൈഡ് പ്രൊഫൈലും ആണ്. പിന്നെ സംസാരിക്കാം.
ഞാൻ രാവിലെ തൊട്ടേ സഹിക്കാൻ പറ്റുന്നില്ല, പൊന്നൂനെ പോലെ ഉണ്ട്. ഓക്കെ ബൈ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാനിപ്പോ എന്റെ ഫേസ്ബുക്ക് മേത്തേന്ന് വന്ന കോള് കാണിക്കാൻ വേണ്ടി എടുത്തത്. അപ്പോഴത്തേക്ക് കാണട്ടെ സത്യം എന്തിനാത്തും ഭയങ്കരമാർ കാണിക്കുന്നത്. ആ ഫോട്ടോ ഞാൻ ഇപ്പൊ എടുത്തപ്പോ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഫുള്ള് കൂടുതൽ ന്യൂസ് ചാനലുകൾ എനിക്ക് നോട്ടിഫിക്കേഷൻ ഫീഡിലൊക്കെ വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റീരിയറിൻ്റെതോ അല്ലെങ്കിൽ ആൾക്കാരുടെയൊക്കെ വരൽ കുറവാണ്. സംഗീതം കൂടെ പറ്റൂല, എനിക്ക് സത്യം വരക്കട്ടി ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവെന്ന് വെച്ചാൽ ഭയങ്കര കുറവാണ്. നല്ല ഹാപ്പി ആയിട്ട് പോയതാ. ആ കുഞ്ഞിന്റെ ഫോട്ടോ എടുത്തിട്ട് അമ്മയുടെ മുമ്പിൽ കാണിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ അതൊന്നും അമ്മ ബാക്കിലോട്ടൊരു വീഴ്ച വീണത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ആ അമ്മ ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ സഹിക്കും എനിക്കറിയില്ല. എനിക്കിങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ എനിക്ക് ആരുടെയും സങ്കടം കാണാൻ പറ്റില്ല. ഞാൻ എന്ത് വന്നാലും അനുഭവിക്കും കേട്ടോ. ഞാൻ എന്ത് വന്നാലും നിന്ന് ഇങ്ങോട്ടൊരു പന്തെറിഞ്ഞാൽ തിരിച്ച് അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ച് സ്പോർട്സിൽ ഞാൻ തിരിച്ച. പക്ഷെ മറ്റുള്ളവരെ വേദന എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് ഒട്ടും എനിക്ക് ശക്തിയില്ല. അവൻ്റെ ടിഷ്യൂ ഞെടുന്നു. ഇത് നിന്റെ തോർത്താണോ? ഇത് തല തോർത്തിയ തോർത്താ? ഡാൻഡ്രഫ് ഉണ്ടോ? ഡാൻഡ്രഫ് ഉണ്ടോ തലയില്? ഈ ഇത് പിങ്ക് ഞാൻ കെട്ടിട്ട് വെച്ചിട്ടില്ലേ? എനിക്കും പൊന്നുവിനും ഒരേപോലത്തെ തോർത്ത് വാങ്ങിച്ച് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി പൊന്നുവിന്റെ ഞാൻ കെട്ടിട്ട് വെച്ചു. കാരണം നമ്മൾ രണ്ടും കെട്ടിട്ട് വെച്ച ഞാനല്ലേ കെട്ടിട്ട് വെച്ചേ? ഞാനാ കെട്ടിട്ടേ. വീട്ടിൽ പോയപ്പോ എന്റെ സിസ്റ്ററിന്റെ മോൾക്ക് കുറച്ച് സാധനം മേടിച്ചു കൊടുക്കാൻ കയറിയപ്പോഴത്തേക്കും കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇതാക്കിയതാണ്. പിന്നെ ഇതെവിടെ നിന്ന് മേടിച്ചതാ? ഇത് വർക്കലേന്ന് വാങ്ങിച്ചതാ? അവിടെ നിന്ന് വാങ്ങിച്ചതാ? മറിയൂന്ന് വാങ്ങിച്ചത് ഇല്ലേ? എവിടെ? എനിക്ക് എന്റെ സിസ്റ്ററിന്റെ ഒക്കെ കുഞ്ഞിനെയൊക്കെ എനിക്ക് എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ. പെട്ടെന്ന് FB തുറന്നപ്പോ ആ മറ്റേ കുഞ്ഞുമോൾ ആ മറ്റേ ടൂറിന് പോയിട്ടേ ഇതാക്കിയ ഭാസ്കരൻ പ്രതി ഞാൻ എന്റെ FB കാണിക്കാൻ വേണ്ടിട്ട് എടുത്തതാ. ഒക്കെ ആകെ കുളം. എല്ലാരും പോയി. നിങ്ങൾ കുളിക്കുമോ? വല്ലപ്പോഴൊക്കെ, വർഷത്തിലൊരു പ്രാവശ്യം. ഇനി അത് ട്രിവാൻഡ്രം ഇല്ല. ഇത് ഫ്ലാറ്റിലാ. ഇത് ഇവിടെയാ. ഞാൻ എങ്ങും വന്നിട്ടില്ല. വരാൻ പറ്റിയില്ലല്ലോ. 27-ാം തീയതി ഇവിടുന്ന് വരാൻ കെട്ടി വാരിക്കെട്ടി നിന്നപ്പോഴത്തേക്കല്ലേ. അതൊക്കെ പാരമ്പര്യാണ് മോനെ. നല്ല കെട്ട ബോഡിയുള്ളത് കൊണ്ടോ. ആ കറിയാ വേണ്ട. ഇതിലില്ല. ഇതിന്റെ ഫുള്ള് കഴിഞ്ഞ. ഈ തോർത്തെന്നും പുതിയതുപോലെ ഇരിക്കും. പുതിയതുപോലെ ഇരിക്കില്ല. കാരണം ഞാൻ എല്ലാ ആഴ്ചയും യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇത് ചൂടുവെള്ളത്തിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടവലൊക്കെ വൈറ്റ് ടവലും വൈറ്റ് തോർത്തും ഒക്കെ ഒറ്റ പ്രാവശ്യം ഇട്ടോളൂ. അതിന്റെ ഫ്രഷ്നെസ് പോകും. ഞാൻ കൂടുതലും വൈറ്റ്, ഈ തോർത്തും ഇതൊക്കെ വൈറ്റാ കൂടുതൽ യൂസ് ചെയ്യുന്ന. കാരണം ഭക്ഷണം ഇറങ്ങുന്നില്ല. ഓ സഹിക്കാൻ പറ്റുന്നില്ല. അത് എണ്ണ തേച്ച് കുളിച്ചിട്ട് വന്നിട്ടാ ഡിയർ റഹ്മാൻ. നിങ്ങളൊക്കെ ഫേക്കാണോ അതോ എല്ലാരും? ചപ്പാത്തി, ഉണക്കൻ ചപ്പാത്തിയും ദാൽ ഫ്രൈയും ലഞ്ച് കഴിക്കുന്നേ ഉള്ളൂ. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കണതേ ഉള്ളൂ. ഇവിടെ കിച്ചൺ പകൽ ഭയങ്കര ചൂടാണ്. കിച്ചണില് AC വെച്ചിട്ടില്ല. അപ്പം അതിൽ അവിടെ പിന്നെ ഒരു ഗ്ലാസ് ഡോർ വെക്കണം. സബ് ചെയ്ത ആൾക്കാരെ എല്ലാത്തിനെയും ജിപ്സ പറ്റിക്കുന്നു എന്ന് ആരും പറയൂല. എലോൺ മാത്രമേ പറയുള്ളൂ. ജിപ്സ പറ്റിച്ചു എന്ന് ഒരു മനുഷ്യനും പറയത്തില്ല. പിന്നെ വന്നിട്ട് ഒരു ദിവസം കരയും. മനുഷ്യന്മാർക്ക് ഈ കരച്ചിലൊക്കെ വരുള്ളൂ എലോണേ. ഉണങ്ങിപ്പോയതല്ല അത്. മറ്റേ എന്താണ്, എണ്ണയും നെയ്യൊന്നും ചേർക്കാത്തതായിക്കോട്ടെ. ഉണങ്ങിപ്പോയതല്ല. മറ്റേ സെമി കഴിഞ്ഞ വേണ്ട വേണ്ട.
ഇവിടെ മഴയൊന്നുമില്ല. മഴയൊക്കെ കണ്ട കാലം മറന്നു. നമുക്കിവിടെ മഴയൊന്നും കിട്ടാറേ ഇല്ല. ഗൾഫിൽ വരെ പേര് മഴ, നമുക്ക് മാത്രം ഇവിടെ നാട്ടിൽ മഴയില്ല. വെള്ളം ഒഴിച്ചു കൊടു. ഇച്ചിരി നെയ്യോ ഇത്തിരി ഇതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഇതായേനെ. ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. മതി പിന്നെ മതി. എനിക്ക് പോകില്ല. പോകത്തില്ല. വേണ്ട വേണമെങ്കിൽ വേണ്ട. ഞാൻ ഒരെണ്ണമാണ് എന്റെ കണക്കിൽ ഒരെണ്ണമാണ് കണക്ക്. ഒരു ചപ്പാത്തി, ഒരപ്പം, ഒരു ദോശ, ഇതൊക്കെയാണ് എന്റെ കണക്ക്. ഞാൻ എന്റെ കൂട്ടുകാരുടെ മുമ്പിലല്ലാതെ ഞാൻ ആരടുത്താ സങ്കടം പറയേണ്ടത്? എലോണേ, നെറ്റിയിൽ LED ബൾബ് ഇത് നല്ല വൈറ്റ് കളറിലിരുന്നത്. എന്നിപ്പോ കുളിച്ചപ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയത്. അവിടെ തണലുണ്ടോന്നോ? തണലെന്ന് വെച്ചാൽ എന്താ, മറ്റേ നെബു ഈയക്കര. തായോളിയുടെ ഒറിജിനൽ ഫോട്ടോ ഒക്കെ ആണോ അതോ ബ്ലോഗ്? അവൻ്റെ വീട്ടിൽ ആരെയൊക്കെ വിൽക്കാനിരിക്കുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. നെബു ഈയക്കരത്തെ വീട്ടിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങോട്ട് ചെല്ലിട്ടോ. നെബു ഈയക്കരയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ശരിയേ. ഷുഹൈബ് പള്ളിപ്പറമ്പില് ശരിക്കണ്. പെട്ടെന്ന് സങ്കടം പെട്ടെന്ന് അത് ഷുഹൈബ് ഇരട്ടിയാ. നമ്മൾ ആ വീട് വെച്ച് കൊടുക്കാനുള്ള അത് പറഞ്ഞ അത് വേറെ ആളാ. അത് ഇതല്ല. എന്താ ഞാൻ ഇവിടെ കുറെ പേരോട് ഈ ഷുഹൈബ് ഇരട്ടി എന്ന് പറഞ്ഞ പുള്ളിക്ക് ഒരു വീട് വെച്ചത് നമ്മളുടെ ബിബിൻ ചേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സണലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാ ചോദിച്ച ഷുഹൈബ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ആ ഷുഹൈബ് വേറെ. ഷുഹൈബ് ഇരട്ടി എന്ന് പറഞ്ഞിട്ട് കമ്പളക്കാണുള്ള ഷുഹൈബ് ഇരട്ടി. പുള്ളിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞ മാസം അതിന്റെ കുറെ കാര്യങ്ങളിൽ ഇരിക്കുമ്പോഴായിരുന്നു നമ്മളുടെ ശ്രദ്ധയൊക്കെ വേറെ പലതിലോട്ടും ഇതായത്. അല്ലെങ്കിൽ ഇപ്പം മഴയ്ക്ക് മുമ്പ് പുള്ളിക്ക് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു. അതാ അവള് ചോദിച്ചത് എന്താ ഈ ഷുഹൈബ് ഇരട്ടി കേൾക്കുന്നുണ്ടല്ലോ എന്ന്. കാരണം ഞാനിങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കുന്നപ്പോൾ ഈ ഇതിലിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ബിബിൻ പുള്ളിയുണ്ട്, പുള്ളിയോടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയും പറഞ്ഞു മെറ്റീരിയൽസ് ആയിട്ട് അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അവരും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എള്ളു കിട്ടിയാൽ എള്ളുള്ള അത്രേ ഉള്ളൂ. നമ്മൾ വെറും ഒരു മീഡിയേറ്ററെ പോലെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപകാരം. ഞാൻ പാലക്കാടുകാരനാണ് ഷുഹൈബ്. മറ്റത് കമ്പളക്കാടുള്ള പുള്ളിയാണ്. ഇതിൽ തന്നെയുള്ള പലരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ബിബിൻ ചേട്ടനൊക്കെ പുള്ളി പറഞ്ഞിരുന്നു. പുള്ളി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഇതിൽ അവർ ചാറ്റ് ചെയ്യുന്നുണ്ട്. അവർ പൈസ ആയിട്ട് കൊടുക്കില്ല. പൈസ ആയിട്ട് ആരും കൊടുക്കണ്ട, ആർക്കും കൊടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ അത് പെടത്തില്ല ചിലപ്പോൾ. കാരണം ഇപ്പം മേക്കപ്പ് ഇട്ടാലല്ലേ കുറയേണ്ടതുള്ളൂ. മേക്കപ്പ് ആർട്ടിസ്റ്റുകളോ വിവരമുള്ളവരോ കേൾക്കരുത്. ഞാൻ മേക്കപ്പ് ഇട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലിബാം ഇട്ടു എന്ന് വിചാരിച്ചത് മേക്കപ്പ് അല്ല, ലിബാം മേക്കപ്പ് അല്ല. അതാദ്യം മനസ്സിലാക്കുക. നമുക്ക് ഈ വിവരമില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കുന്നത് പോരാഞ്ഞിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ വിളിച്ചു പറയരുത്. എനിക്ക് അതാ അവള് ചോദിച്ചത്. കാരണം ഇപ്പൊ കുറെ ദിവസമായിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇതല്ല. അതിന് മുമ്പ് ഞാൻ എല്ലാവരും പലരും വിളിച്ചിട്ട് നമ്മളുടെ മറ്റേ ആ രേണുസുതിക്ക് വീട് വെച്ചെടുത്ത പുള്ളിയോടൊക്കെ പറഞ്ഞിരുന്നു. വേറെ കുറെ സംഘടനകളോടൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അവർക്ക് പഞ്ചായത്തിലെ വീട് അനുവദിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ അതിനെ കുറിച്ചും കൂടെ ഒന്ന് അന്വേഷിക്കണം. ഇതടയ്ക്ക് കൊതു കയറാൻ തുടങ്ങുന്ന ജനല് ബാൽക്കണിയൊക്കെ അടച്ച് എല്ലാം അടയ്ക്ക്. ഗുണ്ടു നിങ്ങളൊക്കെ എന്താ ഇങ്ങനത്തെ പേരൊക്കെ ഇടുന്നേ? ശരി ഡിയർ. ഉണ്ട് മുത്തേ ഉണ്ട്. ഫൈസൽ ബിക്കിൻ ആജി കട്ടയ്ക്ക് കൂടെ ഉണ്ട് വെച്ച് കട്ട ഫാൻ മണിക്കുട്ടൻ 1111. അതുകൊണ്ടാണല്ലോ ഈ സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ഇതിലാണെങ്കിലും വന്ന് നിങ്ങളടുത്ത് ഒരു ഇച്ചിരി നേരെങ്കിലും ഒന്ന് സംസാരിക്കുന്നത്. നിങ്ങളെല്ലാം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് ചിരാഗ് വെഡ്ഡിങ്സ്. ചിരാഗ് വെഡ്ഡിങ്സ് നിങ്ങളെന്താ ഇവന്റ്സ് ആണോ അതോ വേറെ എന്തെങ്കിലും ഇതാണോ? പക്ഷെ നിങ്ങൾ എന്റെ ഈ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെയൊക്കെ നിങ്ങളുടെ എന്തെങ്കിലും പ്രോഡക്റ്റോ എന്തെങ്കിലും വേണമെങ്കിലും ഫ്രീ പ്രൊമോഷൻ. എന്നെ ഫോളോ ചെയ്യും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഫ്രീ പ്രൊമോഷൻ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലൈവ് വരുമ്പോൾ പറഞ്ഞാൽ മതി, ഞാനത് പറഞ്ഞോളാം. വെൽഡേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, പ്ലംബിങ്, ടൈൽസ് വർക്ക്, എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ വെറും ഫൺ എൻജോയ്മെന്റ് എന്നുള്ളത് മാത്രമല്ലല്ലോ.
അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ വെഡിങ് ഇവന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടി പറഞ്ഞാൽ മതി, ഞാനത് പറഞ്ഞോ ഇതാക്കിക്കോളാം. അപ്പൊ എന്റെ ലൈവ് കാണുന്നവരെങ്കിലും കാണുമല്ലോ. ഇബ്രാഹിമേ ഞരമ്പാ ഇച്ചിരി അങ്ങോട്ട് മാറിയില്ലേ? മനുഷ്യന്മാര് കുറച്ചുപേര് ഇവിടെ നിന്ന് കാര്യം പറയുന്നുണ്ട്, അവരോടൊന്ന് ഞാൻ മറുപടി പറയട്ടെ. പിന്നെ കാണുന്നതും പറ്റുന്നതും ഒക്കെ ഓരോരുത്തർ ഇൻബോക്സിൽ, പക്ഷേ ഇൻബോക്സിൽ ഓരോരുത്തർ ഓപ്പൺ ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ കമന്റ്സിൽ ഇടാൻ പറയുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും. തിരക്കല്ല മാഷെ, ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടിരിക്കുക. പിന്നെ ഷാജു ഏതൊക്കെ അക്കൗണ്ട് ഉണ്ടായാലും ഇല്ലിരുന്നാലും നീ മലയാളം തന്നെ ക്യൂഡി എഴുതി വിടുന്നു മറ്റേ എവനോട് ചോദിക്കുക. നിഖില് ആർക്കറിയാന്ന് വെറുതെ വന്നിരുന്ന് ചോറിയേയും ഇതാക്കുകയും ചെയ്ത് ഫ്രസ്ട്രേഷൻ തീർക്കുകയോ അങ്ങനെ ചെയ്യുന്നത് കുറെ സൈക്കോളുണ്ട് നിഖിൽ ബ്രോ. റിയാസ് STL, അയ്യോ നമ്മുടെ ആദ്യത്തെ സബിലിട്ടായിരുന്ന ആളാ റിയാസ്. ഡ്യൂട്ടി ഇല്ലേ ഇന്ന് ഈ സമയത്തൊക്കെ വന്നിതാക്കുന്ന? ഞാൻ ടിഫിൻ ബോക്സിൽ വരട്ടെ എന്ന്. അതായത് എടാ നിന്നെ എടാ നിഖില് ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നേ. ഇന്ന് ഡ്യൂട്ടി ഇല്ലേ? ബിബിൻ ഉറക്കമില്ല, അതാണ്. കൃഷ്ണകുമാർ ജി ബഹൻ ഗ്രൈ, ഇതൊക്കെ എന്ത് പേരാ, മലയാളിയല്ലേ? ഇന്നലെ FB വന്നിട്ട് ഏതോ പാകിസ്ഥാനി എന്ന് പറഞ്ഞിട്ട് വന്ന മെസ്സേജ് അയക്കാൻ കണ്ടിട്ടുണ്ട്. ഈശ്വരാ, ഞാനും വല്ല തീവ്രവാദ ഘടത്തിലൊക്കെ ഇവിടെ എന്ത് ഉദ്ദേശത്തിലാണാവോ എന്തോ, എവിടെ നിന്നാണെന്നൊന്നും അറിയത്തില്ല. FB കമന്റ്സ് ഏതോ പോസിറ്റീവ് കമന്റ്സ് ഞാൻ പാകിസ്ഥാനിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ ഞാൻ നോക്കിയില്ല, ഞാൻ ആ വഴിക്കേ പോയിട്ടില്ല. ഈ കമന്റ്സിൽ വന്നിട്ട് ഡ്യൂട്ടിയിൽ അറിയാസ് ഒക്കെ നമ്മൾ എത്രയോ നാളുകളായിട്ടുള്ള ഇപ്പൊ ബിബിൻ ചേട്ടൻ, നിഖില്, അങ്ങനെ കുറച്ച് പേരെ നമ്മൾ ഫേക്ക് അല്ലാത്ത കുറച്ച് ഫേക്ക് ആൾക്കാരെ പെട്ടെന്ന് മൈൻഡിൽ ഇരിക്കത്തില്ല. അല്ലാത്ത കുറച്ച് പേരെ നമ്മൾ സ്ഥിരം ഇങ്ങനെ കാണുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് മൈൻഡിലിരിക്കും. അത് എത്ര നാൾ കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും. പിന്നെ ഒരു സുജിത് ശിവ, പിന്നെ കുറെ പേരുണ്ട് കേട്ടോ അങ്ങനെ. കാർത്തികേയൻ, പിന്നെ ഒരു മംഗളോദയൻ ചേട്ടൻ. പുള്ളി ഇപ്പൊ കാണാനേ ഇല്ല. മംഗളോദയൻ ചേട്ടൻ എവിടെയാണാവോ? പുള്ളിക്ക് ഇടയ്ക്ക് വെച്ച് എന്തോ അസുഖമൊക്കെ വന്നെന്ന് ചോദിച്ചു. ഒന്ന് വിളിച്ചു ചോദിക്കണമെന്ന് വെച്ചു. കാരണം നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്താക്കുകയും ചെയ്തണം. ഫേസ്ബുക്കിലാണെങ്കിലും ശരി, അവർക്ക് മനുഷ്യന്മാരല്ലേ. നമ്മൾ നേരിട്ട് കണ്ട നൈബറോ അല്ലെങ്കിൽ നമ്മൾ കൂടെ പഠിച്ചോ അല്ലെങ്കിൽ നമ്മൾ കൂടെ ഇതാക്കിയോ അല്ലെങ്കിൽ നമ്മളുടെ വേറെ ആരും അല്ല എങ്കിൽ പോലും ഫേസ്ബുക്ക് ഇപ്പൊ ഫേസ്ബുക്ക് അല്ല, ഈ സോഷ്യൽ മീഡിയ നമുക്കിത് തന്നെ. പുള്ളിയെ കുറേ നാളായിട്ട് ഒരു അറിവും ഇല്ല. ഒരു മംഗളോദയൻ ചേട്ടൻ ജയകൃഷ്ണൻ എന്തോ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ റിയാസേ? ഇവിടെ മഴയില്ല അന്നേച്ചിന്, ഇവിടെ മഴയേ ഇല്ല. ചൂടെന്ന് പറഞ്ഞാൽ ചൂടോട് ചൂടാ, ഇവിടെ മഴയേ ഇല്ല. മഴയെന്ന് പറഞ്ഞ സാധനം ഇല്ല. എങ്ങനെയോ 2 ചപ്പാത്തി ഇറക്കി ഭക്ഷണം തീരെ പോകുന്നില്ല, എടുക്കുന്നില്ല. ഇനിയിപ്പോ ഇതങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് ആ ജിപ്സാബീഗം AR ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ID ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ സൈബറിൽ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോ അതുപോലെ തന്നെ ഇതിപ്പോ ഇതുപോലെ കൊണ്ട് അതിൽ കൊണ്ടിടും. എന്റെ പേരിൽ തുടങ്ങി ഏതോ ഒരു കഴിവേറ് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ. 6:19 ഒരു 6:30ക്ക് ശേഷം 6:45 7 മണിക്കുള്ളിൽ നമുക്ക് സബ്ബിൽ വരാം. ഓക്കെ, കുറെ നാളായില്ലേ സബ്ബിൽ കണ്ടിട്ടും എല്ലാവരോടും സംസാരിച്ചിട്ടും ഒക്കെ. അപ്പൊ നമുക്ക് സബ്ബിൽ കാണാം. ആരും എന്നോട് പറഞ്ഞു എന്റെ ഔട്ട്ഫിറ്റ് കാണാനൊന്നും ഇല്ല, ഇതൊന്നുമില്ല ഇതിൽ കാണാനായിട്ടുള്ള ഔട്ട്ഫിറ്റ് ഒന്നുമില്ല. ഈ പാൻസ് എനിക്ക് 2022 ഞാൻ വാങ്ങിക്കുമ്പോഴത്തേക്കും ഞാൻ വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഞാൻ പൊന്നൂന് എടുക്കാലോ എന്നൊക്കെ വിചാരിച്ചു മേടിച്ചതാ. ഇന്നിപ്പോ ഇത് ഞാൻ ഡ്രസ്സ് എന്തെങ്കിലും എടുത്തിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് കണ്ടപ്പോ ഇത് 2-3 കളറുണ്ട്. അപ്പൊ ഇത് ഞാൻ എടുത്തിട്ട് പൊന്നൂന് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയേ.
ഇട്ട് നോക്കിയപ്പോ കറക്റ്റാ. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് ഇട്ട് നോക്കിയപ്പോ കറക്റ്റായി. എവിടെ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ഉണ്ടോന്ന് അറിയത്തില്ല. ഇത് ഔട്ട്ഫിറ്റ് എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല. സാധാ നോർമൽ ഒരു പാൻസ് ഒരു ചെറിയൊരു ടീഷർട്ടും. വേറെ നൈലോണ വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബനിയൻ ക്ലോത്ത് ഒന്നും അല്ലാതെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ചൂടല്ലേ, ചൂടാകുന്നത് കാരണം വേറെ ഒരു സാധനം സത്യം പറഞ്ഞാൽ ഇത് തന്നെ ഇതല്ല. കുറച്ച് നല്ല ലൂസുള്ള എന്തെങ്കിലും അല്ലാതെ മാക്സിമം ഈ സമയത്ത് മിക്കവാറും താഴോട്ട് വരണില്ലല്ലോ. സാമ്പാർ ഇന്ന് സത്യം സൈഡിൽ മുഴുവൻ ഇതായി കറിയായി. അയ്യോ അയ്യോ, വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നും ഇല്ല മാഷേ, ഒരു ഗ്രൂപ്പും ഇല്ല. എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പോ ടെലഗ്രാമോ സ്നാപ്ചാറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. അതും ജിപ്സാബീഗ മേയർന്നുള്ള 82K ഉള്ള മറ്റേ എന്താണ് കുരു മുഴുവൻ കുത്തിപ്പിടിച്ച് തീർന്നു കേട്ടോ. അപ്പൊ ഇന്നാൾക്ക് ഇത് മൂക്കിന്റെ താഴെ ഒരെണ്ണം വന്നതാ, പിന്നെ മുകളിലും. ഞാൻ രാത്രി ചോറ് വെച്ചിട്ട് തിന്നില്ല, ഒരു പൊട്ട് തിന്നത്. ഉണ്ടാക്കിയാലും കഴിക്കലില്ല. ഞാനപ്പോൾ വിചാരിച്ചു ഇവിടെയൊക്കെ വേറൊരു ഇതുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ മറ്റേ ഈ DYFIയുടെ പൊതിച്ചോറ് പോലത്തെ വേറൊരു സാധനം ഇവിടെ. പക്ഷെ അതങ്ങനെയല്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ചിലപ്പോൾ ഒരു പൊതിയോ 2 പൊതിയോ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതിവിടെ എന്തോ ഒരു ആപ്പിളിൽ ഇട്ടിട്ട് അതിന്റെ ആ ടീംസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പൊ നമ്മള് കാരണം ഒരാൾക്ക് ഒന്നൊരാൾക്കൊക്കെ വെച്ചിട്ട് എങ്ങനെ ഫുഡ് ഉണ്ടാക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇപ്പൊ 2 പേർക്ക് 3 പേർക്കുള്ള ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കിയുള്ളത് അതുപോലെ ഇത് പുറത്ത് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. അയ്യോ, ബാക്കി നമുക്ക് സബ്ബിൽ കാണാം. കാരണം സബ്ബിൽ ഒരുപാട് പേർക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജിപ്സാബീഗം സദഫ് ഒഫീഷ്യലിൽ വന്നാൽ മതി. സബ്ബിൽ കയറാൻ പറ്റാത്തവർക്ക് ജിപ്സാബീഗം സദഫ് ഒഫീഷ്യലിൽ വരിക. അല്ലാത്തവര് എന്താ ചെയ്യാന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പൊ നമുക്ക് ഇനി അല്ല ഫേസ്ബുക്കിലും സബ് ഉണ്ട്. ഫേസ്ബുക്കിലെ സബ് നമുക്കൊന്ന് ആക്റ്റീവ് ആക്കാം. അതുപോലെ യൂട്യൂബിലെ ഇതും നമുക്കൊന്ന് ആക്റ്റീവ് ആക്കാം. ഒന്ന് ചെറുതായി വന്നു, അതിൽ കാര്യമില്ല. 2 ദിവസം കൊണ്ട് ഇതായിക്കോളും. ഇപ്പൊ ഒരു 3-4 ദിവസം കൊണ്ട് കുറച്ച് ശരിയാലും കിടന്നത് ഞാൻ ഉറങ്ങുന്നിടത്തോളം ഉറങ്ങട്ടെ എന്ന് ചോദിച്ചിട്ട് ഉറങ്ങുന്നുണ്ട്. ഉറക്കം ഇല്ലാതാകുമ്പോഴത്തേക്കാണ് നീര് കയറുന്നത്. നീര് ഭയങ്കരമായിട്ട് ഊത്തളിച്ച് വരും. ഉറങ്ങിക്കഴിഞ്ഞാൽ വിഷയമല്ല. അപ്പൊ ഓക്കെ, വെറുതെ എന്നെ പ്രേമിക്കാ ഒത്ത് ഗുരു. നീ അങ്ങനെ പറയില്ല, ഞാൻ പ്രേമിക്കും. ആരോടും പറയാതെ വെച്ചിരുന്നതായിരുന്നു, നീ ഇപ്പൊ പറഞ്ഞല്ലേ ഇടക്കള്ള. ഓക്കെ, ഞാൻ കുറച്ച് കുഞ്ഞു ഞാൻ തലയിടിച്ച് വീണു സബ്ബിൽ നിന്നു. അപ്പൊ ശരി ഗൈസ്, നമുക്ക് ഇനിയിപ്പൊ അല്ലെങ്കിലേ അവർക്ക് കുരു നമ്മൾ ട്രിവാൻഡ്രം ഭാഷത്തിൽ കുരു ആണെന്ന് പറയുമ്പോ ഈ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് തുല്യാണ്. അപ്പൊ ശരി ഡിയേഴ്സ്, കാണാം. എനിക്കൊന്ന് ഓട്ടോ പേ കൊടുത്തില്ലെങ്കിൽ ഇനി പുതിയ ആൾക്കാർക്ക് കയറാൻ പറ്റില്ല എന്ന് തോന്നണം. അത് ഇൻസ്റ്റയെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നണം. അവർ പറയണ കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപാട് പേര് കയറാൻ പറ്റുന്നില്ല, വെയിറ്റ് ലിസ്റ്റ് ആണ്, അത് ഇതാണ് പറയുന്നത്. എനിക്കൊന്ന് അത് അവരൊന്ന് റീച്ച് കുറയ്ക്കുമെന്ന് തോന്നാം. പിന്നെ നമുക്കിട്ട് ആരെങ്കിലും പണിതുകൊണ്ടും ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പം പണിതുകൊണ്ടിരിക്കുമ്പോഴും അതിൽ വേറെ ഒന്നുമില്ല എന്നുള്ളൊരു വയലേഷനോ വേറെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നുമില്ല എന്നൊക്കെ കൊണ്ട് മാത്രമാണ് നമ്മൾ അക്കൗണ്ട് പോവാതിരിക്കുന്നത്. നിരന്തരം നമുക്കിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അപ്പോഴും എന്റെ അക്കൗണ്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻസ്റ്റയുടെ അല്ലെ മേത്തയുടെ നിയമത്തിന് അവരുടെ റൂൾസിന് വിപരീതമായിട്ടൊരു സാധനവും ഇല്ല എന്നുള്ളത് അവർ പറയുകയും ചെയ്തു. എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ്. എന്തെങ്കിലും ഒരു കാരണം ഇതാക്കുക. ഇതില് സബ് ഉണ്ട് മാഷേ, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു 6-7 മണിയാകുമ്പോ സബിലോട്ട് ഞാൻ വരാം. ഇതില് സബ് ഉണ്ട്, പക്ഷേ ഇത് പുതിയ ആൾക്കാർക്ക് എന്തോ കയറാൻ പറ്റുന്നില്ല. ലൈവ് ഉണ്ട്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പോസ്റ്റുകൾ ഇടുന്നത് നിങ്ങൾ കാണുന്നില്ലേ. സബിൽ വരുമ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഓക്കെ, ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ, സ്വീറ്റ് ഡ്രീംസ്. അപ്പോൾ
ജിപ്സാബീഗം ഇതിലുള്ള ആൾക്കാർ ജിപ്സാബീഗം സദഫ് ഒഫീഷ്യൽ എന്ന് പറയുന്ന അതിലിപ്പോ 96 ഇതേ ഉള്ളൂ, അങ്ങണ്ടേ ഉള്ളൂ. കാരണം നമ്മൾ പഴയ അക്കൗണ്ട് പോയ ശേഷം ഇതാക്കിയതാ. അതൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ജിപ്സാബീഗം എന്നുള്ള 82K ഉള്ള ആ ഒരു ഒറ്റ ഫേസ്ബുക്കും യൂട്യൂബും കൂടി നിങ്ങൾ ഇതാക്കി വെച്ചിരിക്കുക. എവിടെയെങ്കിലും കാരണം ഇവിടെ അല്ലെങ്കിൽ അവിടെ, അവിടെ അല്ലെങ്കിൽ ഇവിടെ, അങ്ങനെ ഈ 3 സ്ഥലത്ത് എവിടെയെങ്കിലും ഞാൻ ഉണ്ടാവും. എന്റെ ഫേസ്ബുക്ക് വെരിഫൈഡ് ഒറ്റ ഫേസ്ബുക്ക്. അത് മാത്രമല്ല മറ്റേ ജിപ്സാബീഗം സദഫ് ഒഫീഷ്യൽ എന്ന് പറയുന്ന അക്കൗണ്ട്, പിന്നെ ജിപ്സാബീഗം AR എന്ന് പറയുന്ന 82K ഉള്ള യൂട്യൂബ്. ഈ 3 സാധനം എനിക്കുള്ളൂ. ഇതല്ലാതെ ഏതെങ്കിലും ഒന്ന് എവിടെയെങ്കിലും എന്തായാലും ഉണ്ടാവും. എന്തുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഞാൻ വന്ന് പറയും. ഓക്കെ, ബൈ, സ്വീറ്റ് ഡ്രീംസ്. എല്ലാവരും നല്ല കുട്ടപ്പനായിട്ടിരിക്കുക. ആ ഗുഡ് നൈറ്റ് പറയാറായില്ലല്ലേ? നമുക്ക് 6:30 മണിയല്ലേ? ഞാൻ രാത്രിയിൽ ഇതാക്കും പോലെ സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞത്. ഇതിൽ സബ് കിട്ടാത്തവർക്ക് യൂട്യൂബിൽ സബ് എടുക്കാം. നമുക്ക് ഇനി തൊട്ട് യൂട്യൂബ് സബ് നമുക്ക് ആക്റ്റീവ് ആക്കാട്ടോ. യൂട്യൂബ് സബ് ആകുമ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൽ സബ് കിട്ടാത്തവർക്ക് നിഖിൽ പറഞ്ഞ കണക്ക് യൂട്യൂബ് സബോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് സബ് നമുക്ക് ആക്റ്റീവ് ആക്കാം. ഓക്കെ, ബൈ. ഇനി ഇൻസ്റ്റയിൽ കിടന്ന് നമുക്ക് തള്ളണ്ടല്ലോ, മറ്റുള്ളവരെ കിടന്ന് തള്ളിക്കോട്ടെ, നമുക്ക് ഇതിൽ കിടന്ന് തള്ളണ്ട. ഉള്ളവരെ നമുക്കിപ്പം ഓക്കെ, അല്ലാത്ത ആൾക്കാരെ എനിക്കൊന്ന് മൈനസ് ആൾക്കാർ പറഞ്ഞവരൊക്കെ മൈനസ് ആവുന്ന. നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ പോയിട്ട് എല്ലാവരും പറഞ്ഞ പൈസ റിട്ടേൺ കയറുന്നുണ്ടെന്നാ പറഞ്ഞത്. കാരണം അതും ഇതും നമ്മളുമായിട്ടൊരു ബന്ധമില്ല. 3000-4000 ഡോളറോളം ഗൂഗിളും മേത്തയും ആപ്പിളിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മീഷൻ അവർ വലിക്കുന്നുണ്ട്. നമുക്ക് ഗുണമില്ലെങ്കിലും ഇതിൽ സബ് എടുത്തവർക്ക് ഇതിലുണ്ട്. മാഷെ ഞാൻ ഇവിടെ ചൂടെടുത്ത് സഹിക്കാൻ വയ്യാൻ മാത്രമല്ല കുഞ്ഞു കുഞ്ഞു പണികളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സബിൽ വരാം, കാണാം. ഓക്കെ, വന്നാൽ നിങ്ങൾ വിടത്തില്ല, അതാണ് ഒരു പ്രശ്നം. ഓക്കെ, കട്ടാക്കാൻ പറ്റുന്നില്ലല്ലോ, മുഴുവൻ കറിയിൽ മുങ്ങിയിരിക്കുക. കറിയിൽ മുങ്ങിയിരിക്കുന്ന കാരണം കട്ടാക്കാൻ പറ്റുന്നില്ല. ടച്ചൊക്കെ പോയി തോന്നണ വന്നിട്ട് വീട് പാത്രത്തിലോട്ട് വന്ന് വീണത് കാരണം ഈ ഒറ്റ കാരണം കൊണ്ടാണ് കോളി വേറെ ഇതിലോട്ടാക്കിയത്. താങ്ക് യു ഡിയർ. ഇതിപ്പോ എത്ര ഈ അരഞ്ഞാണം 2019 വാങ്ങിച്ചതാ. ഇടലൊന്നും ഇല്ലായിരുന്നത്, പഴയതായിരുന്നു യൂസ് ചെയ്തോണ്ടത്. പഴയത് പണയത്തിൽ കയറിയപ്പോ ഇത് ഇട്ടത്. പഴയത് 2013 വർഷത്തെ പഴക്കമുള്ളതാ. പൊട്ടി എനിക്ക് അതിനോട് ഭയങ്കര, അത് കുറച്ചുകൂടി ചെറിയതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇനി വിളക്കാൻ കൊണ്ടുവരരുത് എന്ന്. അത് 13 വർഷം പഴക്കമുണ്ട്. 13 അല്ല 14 വർഷം പഴക്കമുള്ളതാ പഴയത്.